പിന്നെ ഇതോടൊപ്പം തന്നെ ഇവിടെ ചില ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കാലത്തെ പത്രത്തിൽ ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. കേരളത്തിൽ ആരോഗ്യ രംഗം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞു സ്വകാര്യവൽക്കരിക്കുന്നു? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സ്വകാര്യവൽക്കരിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ സീറ്റിൽ? അങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ചിന്തിക്കാൻ കഴിയും? ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിൽ നവീകരണം, പുതിയ കെട്ടിടം പണിയാ. അതിന് CSR ഫണ്ട് ചെയ്യുന്നവർക്ക് വേറെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട. CSR ഫണ്ട് തരാനതിന് വേണ്ടിയിട്ടല്ലേ. അതല്ലാതെ ഇപ്പോൾ ധവളപത്രത്തിലെ റിപ്പോർട്ട് വെച്ചിട്ട് സർക്കാർ കെട്ടിടങ്ങൾ പണിയുന്നതിന് പരിമിതി ഉണ്ടാവും, സാമ്പത്തിക. കാരണം ഇപ്പോൾ ഡോക്ടർമാരുടെ റേഷ്യോ കൂട്ടണം, അതിന്റെ ചെലവ് വരും. കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്, കോടികൾ പലരും കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. അതിന്റെ കൂടെ ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ചില്ലറ പ്രയാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CSR ഫണ്ടുകളും സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളും അതിൻ്റെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തും. അതുപോലെ തന്നെ മറ്റൊരു ഫേക്ക് ന്യൂസ് വന്നത് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള അതും ഫേക്കാണ്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ചർച്ച തന്നെ മന്ത്രിസഭയിലോ UDFിലോ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് സ്വകാര്യ മേഖലയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് സർക്കാർ മേഖലയ്ക്ക് അതുകൊണ്ട് ഒരു ക്ഷീണവും ഉണ്ടാവാതെ നോക്കേണ്ട ചുമതല ആരോഗ്യമന്ത്രിക്കുണ്ട്. സ്വകാര്യ ആശുപത്രിയോടൊപ്പം ഓടിയെത്തുക എന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയുടെ ചുമതല. ആ ചുമതല നിർവഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ദയവായി പറയത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ആർക്കും എന്നോട് ചോദിക്കാം. ഈ മേഖല സ്വകാര്യവൽക്കരിക്കാനല്ല എന്നെ പാർട്ടി എന്നെ മന്ത്രിയാക്കിയിട്ടില്ല, അത് മാത്രമേ പറയുള്ളൂ. ഞങ്ങളിപ്പോൾ അതൊരു ലോങ് റണ്ണായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നുണ്ട്. അത് കാരണം അത് നഗരസഭ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവരൊക്കെ ഒരു സംയുക്ത സംരംഭത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ മലിനീകരിക്കപ്പെട്ട നദികളും തോടുകളൊക്കെ ശുദ്ധീകരിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കറിയാലോ, ഒറ്റ ദിവസം കൊണ്ട് തീരില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഏർപ്പാടാണ്. പണ്ട് പാർവതി പുത്തനാറിലെ ആൾക്കാർ മുങ്ങിക്കുളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ. ഇപ്പം അത് മാറി, പരിസരത്ത് നിൽക്കാൻ വയ്യ. അത് ഞങ്ങൾ ലോങ് റണ്ണിൽ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ നദികളും ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാനുള്ള പദ്ധതികൾക്ക് ഗവൺമെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്ന് രൂപം നൽകുന്നുണ്ട്. അത് ലോങ് റണ്ണാണ്. പക്ഷെ ഇതിപ്പോൾ ഉള്ളത് ഈ രോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഈ ഇവിടെ നമ്മുടെ ആലപ്പുഴ, ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ ഒരു കുട്ടി മരിച്ചു. അത് ഇതുവരെ ആയിട്ട് കഴിഞ്ഞ ദിവസം വരെ കിട്ടിയത്. ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ഭാഗങ്ങളിൽ, അത് കോഴിക്കോടില്ല, ആറന്മുള അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിലാണ് ഇത് ആദ്യം കാണുന്നത്. അപ്പോഴാണ് ആരോഗ്യ വകുപ്പെന്ന് ഇത് പറഞ്ഞത്. ഏതാണ്ട് അന്നാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇപ്പോൾ ഇത് വടക്കോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള നടപടികളുമായിട്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് എല്ലായിടത്തും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏത് അസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കാണിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉഗാണ്ടയിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നു. ഈ എബോള എന്നുള്ള രോഗം ഉണ്ടല്ലോ, അത് വരുന്ന ഉഗാണ്ടയിൽ നിന്നാണ്. ഉഗാണ്ടയും ആസ്ട്രേലിയയും. ഒരു പേഷ്യൻ്റ് വന്നു ഒരു 2 ആഴ്ച മുമ്പ്. ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതാണ്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അയാൾ മലയാളിയാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ വന്നപ്പോൾ പനിയും വയറിളക്കും തുടങ്ങി. ഉടനെ അയാളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ 21 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എബോളയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത് മധ്യപ്രദേശിലും പക്ഷേ സംശയമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല. ഉഗാണ്ടയുള്ള ഒരുപാട് മലയാളികളുണ്ട്.
അവരോട് നാട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലും മെഡിക്കൽ കോളേജുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കേണ്ട ചുമതല വിദ്യാലയങ്ങൾക്കുണ്ട്. അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ചെയ്യണം. അതൊക്കെ പ്രാദേശികമായിട്ടുള്ള ഇപ്പം ഞാൻ പറയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും അവരാവശ്യപ്പെട്ട ഫണ്ട്, MLA ഫണ്ട് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇത് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു അനോണിമസ് ലെറ്ററിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നമ്മുടെ PS നടരാജപിള്ള സ്മാരക ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എൻ്റെ ഫസ്റ്റ് MLA ഫണ്ട് അവിടെയായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഡൈനിങ് ഹാൾ, നല്ലൊരു പാചകപ്പുരയില്ല. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 10 ലക്ഷം കൊടുത്തു 2011. ജനപ്രതികളുടെ കയ്യിലിപ്പോൾ ഒരു MLAക്ക് 6 കോടിയുണ്ട്, MP ക്ക് 5 കോടിയേ ഉള്ളൂ. അപ്പം അതൊക്കെ പൊതുമേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാം. ഞാനതാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാവരും മാതൃകയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ MLA മാരും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് തറക്കല്ല് ഇട്ടു എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ശൈല ടീച്ചറുള്ളപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ തന്നിരുന്നു, പക്ഷെ അത് മുന്നോട്ട് പോയില്ല എന്ന്. പിന്നെ ഇത്തവണ അവർ തറക്കല്ലിട്ടു. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനം പ്രധാന ഘടകം തന്നെയാണ്. അതിനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും, ഒരു സംശയവുമില്ല. അത് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്ത, ബഡ്ജറ്റിൽ അതിൻ്റെ പ്രപ്പോസൽ ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പറയാം. അതുണ്ടാവും. പറഞ്ഞ വാക്കിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ നിലത്ത് കിടക്കുന്നത് ഒഴിവാക്കണം എന്നാണ്. അത് ഒഴിവാക്കണമെങ്കിൽ എങ്ങനെ? നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും കൂടുതൽ സൗകര്യപ്രദമായി വികസിപ്പിക്കുക. മെഡിക്കൽ കോളേജ് അവസാനത്തെ ഒരു അത്താണിയേക്ക് മാറ്റണം. അതാണ് മുമ്പ് 1980 വക്കം വിശ്വനാഥൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റഫറൽ ആശുപത്രിയാക്കി. അതിൻ്റെ ഞാൻ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിശദാംശങ്ങൾ പറയാത്തത്. അത് ബഡ്ജറ്റിലുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റാൻഡൊന്നും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പിരിച്ചുവിടലൊന്നുമില്ല. കരാറ് ഏതിൻ്റെ കരാറ്? അവർക്ക് 3 മാസത്തേക്കും കൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല, പുതുക്കാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 മാസത്തേക്ക് തൽക്കാലം നീട്ടി കൊടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊന്ന് പരിശോധിച്ചിരിക്കുക. അതാണ് പറഞ്ഞത്. അതിൻ്റെ മാനദണ്ഡം ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇത് ഇൻഷുറൻസ് കൊടുക്കാതെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ച 5 എണ്ണ ഗ്യാരണ്ടിയിൽ ജൂൺ 15 മുതൽ KSRTCയിൽ ഫ്രീ എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. മറ്റുള്ളതിൻ്റെ കുറച്ചുകൂടെ ചർച്ച ചെയ്യേണ്ട ഏത് രീതിയിൽ വേണം. നിങ്ങൾ പറഞ്ഞ അങ്ങനത്തെ ഒരാശങ്കയ്ക്ക് അവകാശമില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരൻ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമ്പന്നർക്ക് ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് ഇതൊക്കെയുണ്ട്. നേരെ സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികളാണ്. പിന്നെ ഒരു കാര്യം, എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഒരു ലോബി പ്രവർത്തിക്കും സർക്കാർ മേഖലയെ തരം താഴ്ത്താൻ. അത് കഴിഞ്ഞ 10 വർഷമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏർപ്പാടുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്തുക. എല്ലാ കാലത്തും ഉണ്ട് ഈ ലോബികൾ പ്രവർത്തിക്കുന്നത്. അതിന് ഒരു സർക്കാരിനെ മാത്രം പറയണ്ട, പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. സർക്കാർ മേഖല സംരക്ഷിക്കണം. ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് കണക്കാക്കുക. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇക്കാര്യത്തിൽ ഉണ്ടാക്കും. ഞാൻ വന്നിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ, ഓർക്കണം. അതാണ് പറഞ്ഞത്. അതിന് ഈ പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ പരിഹരിക്കുക. അത് ഞാൻ പറഞ്ഞു, അത് ഞങ്ങളൊരു ഗവൺമെൻറ് പ്രധാന അജണ്ടയാണ്. ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇല്ല, അതല്ല, ഞാൻ പറയാം. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാവുക. ഈ വൃത്തികെട്ട പ്രദേശങ്ങളിൽ നിന്നും ഇത് കുടിക്കുമ്പോൾ അത് ബാധിക്കും. അതിനങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. അല്ല, ക്ലോറിൻ ഉപയോഗിച്ചാൽ ഇതിനെ ഇതാക്കാൻ പറ്റും. ക്ലോറിൻ ശരിയാണ്, ചിലർക്ക് ക്ലോറിൻ്റെ മണം പിടിക്കില്ല, ചിലർക്ക് കുടിക്കുമ്പോൾ പറയാം. പക്ഷേ അതില്ലെങ്കിൽ മറ്റേ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗം വന്ന് ചാവണോ? അത് ആ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കും.